Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് വട്ടയപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു വട്ടയപ്പമാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചിട്ടൊക്കെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത്. പക്ഷേ ഇത് നമ്മൾ അരിപ്പൊടി വെച്ച് വളരെ ഈസി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ ഗീവ് അവേയുടെ 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയുടെ അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല, ലാസ്റ്റ് ഒരുമിച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് 2 വട്ടയപ്പമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അരിപ്പൊടി മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിൽ ചേർത്ത് കൊടുക്കുക. അവിലൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ അവിൽ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ള അവിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു വട്ടയപ്പം നല്ല വെള്ള നിറത്തിൽ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇതുപോലെ ചോറ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വട്ടയപ്പം തയ്യാറാക്കിയെടുക്കുമ്പോൾ കറി ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടും തയ്യാറാക്കാറുണ്ട്, അതല്ലെങ്കിൽ സ്നാക്കായിട്ട് കഴിക്കാനും തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്നാക്കായിട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറി ഒഴിച്ച് കഴിക്കാനുള്ളതാണെങ്കിൽ പഞ്ചസാര ഇത്രയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇവിടെ ഞാൻ 2 ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലൊക്കെ ആവുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു മാവ് വേണ്ടത്. അപ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു 5 മുതൽ 6 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കാം, ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ചാണ്, ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ ഇത് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കിയാൽ മതി. പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചുട്ടെടുക്കണം. പൊങ്ങി വന്ന ശേഷം വീണ്ടും കുറേ സമയം വെക്കരുത് കേട്ടോ, അപ്പോൾ ഇത് പുളിച്ചു പോവും. ഇപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെ ബബിൾസൊക്കെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ഇതുപോലൊരു കേക്ക് ടിന്നിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ തയ്യാറാക്കിയെടുക്കട്ടോ, അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ പാത്രത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം. ബാക്കി 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ. ഞാനിതിൻ്റെ നടുവിലായിട്ടൊരു ഉണക്കമുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ അത് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് മാവിലേക്ക് താഴ്ന്നു പോകും. അത് വെച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, അത് ഞാൻ ഫോട്ടോയിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു വട്ടയപ്പം ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിതിൽ നിന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതുപോലെ കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാനിതിവിടെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കിയുള്ള മാവ് വെച്ച് ഇതുപോലെ ഒരെണ്ണം കൂടി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള 2 എണ്ണമാണ് നമ്മൾ 1 കപ്പ് അരിപ്പൊടി വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. ഇത് കണ്ടോ, ഈ പീസിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്